ഒന്ന് ലളിതവൽക്കരിച്ച് കാര്യങ്ങൾക്ക് അവർക്ക് നിർമ്മാണ രംഗത്തുള്ള ആളുകൾക്കും അവർക്ക് സാമ്പത്തികമായിട്ട് ലാഭം കിട്ടുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വരാനുള്ള രീതിയിൽ കൈകാര്യം ചെയ്യണം. ഇപ്പോഴത്തെ ഈ സ്ഥലത്തിൻ്റെ വില, അതുപോലെ നിർമ്മാണ സാമഗ്രികളുടെ വില വർധനവ്, പുറത്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള മത്സരങ്ങൾ, ഇങ്ങനെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും നമ്മൾ നിർമ്മാണ നിയമങ്ങളൊക്കെ ആവിഷ്കരിക്കേണ്ടത്. അപ്പം അതിൻ്റെ ഒരു അപാകത കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മുടെ നിർമ്മാണ രംഗത്ത് ഇപ്പോൾ അറ്റ് പ്രസന്റ് ഉണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞു ഒരുപാട് പുറത്തുള്ള രാജ്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ആഗോളതാപനം കാരണം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ എങ്ങനെയാണ് അവിടെ പോയിട്ട് അനുഭവത്തിലൂടെ പഠിക്കുകയാണോ, അത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡുകളൊക്കെ അറിയുന്നത്? ഇന്ന് ഇപ്പം നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യത്തിൽ. പക്ഷെ നമ്മൾ പോകാറുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ ഇന്ന് നമ്മളെ റൂമിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ഓഫീസ് റൂമിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ കൈപ്പിടിയിലാണ് വിവരങ്ങളൊക്കെ ഉള്ളത്. പണ്ട് നമ്മളെ ഈ വലിയ വലിയ പണക്കാരൊക്കെ കാർഷിക ഭൂമി കൂടുതലുള്ള ആളുകളായിരുന്നു വലിയ പണക്കാർ. കൃഷിഭൂമി ചെയ്യുന്ന ആളുകൾ, അതിന് കുറേ തൊഴിലാളികളും അവരൊക്കെയുള്ള ആളുകളായിരുന്നു വലിയ പണക്കാരുണ്ടായിരുന്നത്. കുറേ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ വിപ്ലവം വന്നതിന് ശേഷം, ഞാൻ പറയുന്നത് നമ്മുടെ വ്യവസായ വിപ്ലവം വന്നതിന് ശേഷമൊക്കെ എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ ഫാക്ടറികളും അതിൻ്റെ ഉടമസ്ഥകളൊക്കെ ആയിരുന്നു വലിയ മുതലാളിമാർ. ഇപ്പം നേരെ ട്രെൻഡ് മാറി. ഇപ്പം എന്ന് പറഞ്ഞാൽ വിവരമുള്ളവനാണ് വലിയ മുതലാളി. ഇപ്പോൾ ബിൽഗേറ്റ്സ് ആണ് ഏറ്റവും വലിയ മുതലാളി. അദ്ദേഹത്തിൻ്റെ കാര്യമായിട്ടുള്ള മുടക്കുമുതൽ അദ്ദേഹത്തിൻ്റെ വിവരമാണ്. അപ്പോൾ വിവരസാങ്കേതിക രംഗത്തിൻ്റെ വളർച്ച കൊണ്ട് നമ്മുടെ ഓഫീസ് റൂമുകളിലും നമ്മൾ വീടുകളിലൊക്കെ വിവരങ്ങളൊക്കെ നമ്മുടെ കൈത്തുമ്പിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തുള്ള സകല ആളുകളെക്കുറിച്ചും ആർക്കിടെക്ചറിനെ കുറിച്ചും വിശ്വത്തരമായിട്ടുള്ള സംരചനകൾ ചെയ്യുന്ന ആർക്കിടെക്ചറിനെ കുറിച്ചൊക്കെ നമുക്കൊരു അവബോധം ഉണ്ടാകും. അപ്പോൾ വിൻസെന്റ് കാലിബാറ്റ് എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ആർക്കിടെക്ട്, അദ്ദേഹം ശരിക്കും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലോട്ടിംഗ് ടൗൺഷിപ്പാണ്. ടൗൺഷിപ്പിൽ അതിലെന്ന് വെച്ചാൽ അതിൻ്റെ കംപ്ലീറ്റ് പുറംതോടിൽ നിന്ന് ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ആ ടൗൺഷിപ്പ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത്. അതിൽ കംപ്ലീറ്റ് ഈ സൂര്യൻ്റെ ശരിക്കും സോളാർ എനർജി ആവാഹിച്ചെടുത്ത് അതിലാണ് വില്ലേജ് കംപ്ലീറ്റ് അതിന് വേണ്ട ആവശ്യങ്ങൾ കംപ്ലീറ്റ് എനർജി കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ദുബൈയിലും UAE-യിലൊക്കെ കുറേ ബിൽഡിങ്ങുകൾ അതുപോലെയുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു 16 ലക്ഷത്തി സംതിങ് ഈ സോളാർ പാനൽസ് വെച്ചുകൊണ്ട് ഒരു വലിയ ബിൽഡിങ് 330 മീറ്റർ ഉയരമുള്ള ഒരു ബിൽഡിങ് ശരിക്കും അത് മാത്രം വെച്ചിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ എനർജി കൂടുതലും ഈ പ്രകൃതിയെ സമീപിക്കാതെ തന്നെ സ്വയം ഉപയോഗിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള എനർജികൾ ഉപയോഗിക്കാതെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എനർജി ഉപയോഗിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിന് നമുക്ക് പ്രോത്സാഹനമാകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റും തയ്യാറായിരിക്കണം. നമ്മുടെ ഗവൺമെന്റ് ഗ്രീൻ ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടും ഗ്രീൻ ആർക്കിടെക്ചറിലൂടെ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങൾക്ക് നികുതി കുറയ്ക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ ഞാൻ വായിച്ചറിഞ്ഞതാണ് ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ മൊബൈൽ ഹൗസാണ് അല്ലെ, ഒരു വീട് ഒരു സ്ഥലത്ത് ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ നമുക്ക് ആവശ്യാനുസരണം അത് എടുത്തു കൊണ്ടുപോവാം അല്ലെ, ഒരു ദിവസം കൊണ്ട് ഫിറ്റ് ചെയ്യാം, അങ്ങനത്തെയൊക്കെയുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇവിടെ കേരളത്തിൽ അത് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് അത്? കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അത് അനുയോജ്യമാണോ? അതിൽ 2-3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പോൾ നമ്മളത് യുദ്ധം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ടെമ്പററി ഹൗസസ്, മൊബൈൽ ഹൗസസ് ഉണ്ടാക്കി പെട്ടെന്ന് കൊണ്ടുപോയി വെച്ച് ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ ഈ നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്ന ശരിക്കും അതെ, അമേരിക്കയിലൊക്കെ പെട്ടെന്നാണ് ഈ ചുഴലിക്കാറ്റുകൾ, കത്രീനമായിട്ടുള്ള കാറ്റുകളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പറഞ്ഞാൽ വലിയൊരു അത്യാഹിതങ്ങൾ സംഭവിക്കും. ഇങ്ങനെ പക്ക കൺസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ. അതേപോലെ ടെമ്പററി ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ആളുകൾ രക്ഷപ്പെടും ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ റിച്ചർ സ്കെയിലിൽ ഇപ്പോൾ 6ഉം 7ഉം ഒക്കെ ആയിട്ടുണ്ടെങ്കിലും പക്ഷെ അങ്ങനെ വലിയൊരു കലാമിറ്റി ഒന്നും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാറില്ല. പിന്നെ ഉണ്ടാകുന്നത് എന്താണ്, നമുക്ക് ഉരുൾപൊട്ടലുകളൊക്കെ, അതിന് വിസ്റ്റാൻഡ് ചെയ്യാൻ ഇത് മതിയാവില്ല. അപ്പോൾ ആ ചെറിയ ടെമ്പററി കൺസ്ട്രക്ഷൻസ് ഇതിന് മതിയാവില്ല. അതുകൊണ്ടായിരിക്കും ഇവിടെ അങ്ങനെ കൂടുതലും അത് സാർവത്രികമായിട്ട് വരാത്തത്. മറ്റ് ഫോറിൻ കൺട്രീസിലൊക്കെ കാര്യമായിട്ട് ജനങ്ങൾ പൊതുവെ ഒരു സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് ജീവിക്കാനൊന്നും ഉദ്ദേശിക്കുന്ന ആളുകളല്ല. പൊതുവെ അവർക്ക് യാത്ര ചെയ്യലാണ് അവരൊരു കാര്യമായിട്ടുള്ള ഒരു. അപ്പോൾ അതുകൊണ്ട് എന്താണ് അവർ കംപ്ലീറ്റ് ഈ മൊബൈൽ ഹൗസസ് ഉപയോഗിക്കുന്നതിന് അതൊരു ട്രെൻഡായിട്ട് തന്നെ അവിടെ വളരുന്നുണ്ട്. സാറിന് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലേ? സാർ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം
എന്തൊക്കെ അനുഭവങ്ങളാണ് നമ്മുടെ ഈ ഒരു ജോലി സംബന്ധമായിട്ട് എന്തൊക്കെ അനുഭവങ്ങളാണ് താങ്കൾക്ക് കിട്ടുന്നത്? യാത്രയിൽ കാര്യമായിട്ട് കിട്ടുന്നത് എന്താന്ന് പറഞ്ഞാൽ പുതിയ പുതിയ അനുഭവങ്ങൾ കിട്ടും. പുതിയ ഈ ബിൽഡിംഗ് ഡിസൈനിങ്ങിന്റെ ഇപ്പം പല തട്ടിലുള്ള ബിൽഡിങ്ങുകൾ നമ്മൾ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പല തട്ടിലുള്ള ബിൽഡിങ്ങുകൾ കാണാം. അപ്പം പിന്നെ ഉസ്ബെക്കിസ്ഥാനിലെ അടുത്ത് പോയ സമയത്ത് അവിടെ കണ്ടത് കംപ്ലീറ്റ് മേലെ റൂഫിങ് കംപ്ലീറ്റ് AC ഷീറ്റും അതുമാതിരി ഈ പിന്നെ ടിൻ ഷീറ്റുകളാണ് റൂഫിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള റൂഫിംഗ് ആണ്. അപ്പോൾ പലപ്പോഴും അത് കുറേ കണ്ടതിന് ശേഷമാണ് എന്താണ് ഇങ്ങനെ സാർവത്രികമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യാൻ കാരണം. അപ്പോൾ നമ്മുടെ പിന്നെ ഗൈഡിന് ചോദിച്ചപ്പോൾ ഗൈഡ് പറയുന്നത് ഒരു 3 മാസം കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞ് വീഴും അവിടെ. അപ്പോൾ മഞ്ഞ് വീഴുന്ന സമയത്ത് ഫുള്ളായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അതിന്റെ മേലെ മഞ്ഞ് വീണ് ഭയങ്കര ലോഡ് വരുമല്ലോ. അപ്പോൾ അതിൽ പെട്ടെന്ന് ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്കിഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് സംഭവം അങ്ങനെ ചെയ്തിരിക്കുന്നത്. ആ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ അങ്ങനെ ഓരോ സ്ഥലത്ത് ചെയ്യുമ്പോൾ അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ജനങ്ങൾ എങ്ങനെയാണ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ പഠനം ആ യാത്രയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. റൂം അറേഞ്ച് ചെയ്യുന്നത്, ഇന്റീരിയർ ഡെക്കറേഷൻ, ഇതൊക്കെ അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ചെയ്തത്. ഇപ്പം നമ്മളെ ഇവിടൊക്കെ ഒരു ട്രെൻഡ് എന്താന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് ചെയ്തത് അതിനേക്കാൾ ഒരുപടി മുന്നിലാവണം എൻ്റെ വീട്ടിൽ നിന്നാണ്. എൻ്റെ സാഹചര്യത്തിനനുസരിച്ചല്ല ഞാൻ ചെയ്യുന്നത്. സത്യത്തിൽ ഇന്റീരിയർ ഡെക്കറേഷനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നതും ബിൽഡിംഗ് ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഡിസൈനിങ് ആവണം. അപ്പോഴേ നമുക്ക് ആ വീട്ടിൽ ശരിക്കും വീടാവുള്ളൂ, അല്ലെങ്കിൽ അതൊരു ബിൽഡിംഗ് ആവുന്നുള്ളൂ. സാർ ഒരുപാട് ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് ഈ യാത്ര പോയതിന്റെ അനുഭവങ്ങളും അല്ലാതെയും ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അത് എങ്ങനെ ചെറുപ്പം മുതലേ ഈ എഴുത്തിനോടൊക്കെ താല്പര്യമുണ്ടോ? പെട്ടെന്ന് ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പം എങ്ങനെ? രാമകൃഷ്ണ മിഷൻ ഹൈസ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. എൻ്റെ മലയാളത്തിന്റെ മാഷ് കുഞ്ഞുണ്ണി മാഷായിരുന്നു. അപ്പം പലപ്പോഴും കുഞ്ഞുണ്ണി മാഷിന്റെ അടുത്ത് ചെറിയ 2 വരി കവിതകളൊക്കെ പിന്നെ എഴുതി കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നല്ല പ്രോത്സാഹനം തരുമായിരുന്നു കുഞ്ഞുണ്ണി മാഷ്. അപ്പം അതിലൂടെയാണ് വായിക്കാൻ കുറേ വായനകളുണ്ടായിരുന്നു. ലേഖനങ്ങൾ അതിന് മാത്രം വലിയ കണ്ടമാന ലേഖനങ്ങളൊന്നും എഴുതിയിട്ടില്ല. പക്ഷേ ഈ നമ്മുടെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും നഗരവൽക്കരിക്കപ്പെടുന്ന ഗ്രാമങ്ങൾ, അതുപോലെ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കെട്ടിട നിർമ്മാണ നിയമത്തിലെ അപാകതകൾ, അങ്ങനെയുള്ള കുറേ നിയമങ്ങളും ലേഖനങ്ങളാണ് ഞാൻ കാര്യമായിട്ട് എഴുതുന്നത്. പിന്നെ ഇങ്ങനെ ഉസ്ബെക്കിസ്ഥാനിലെ യാത്രാവിവരണം എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് 1-2 എണ്ണം അങ്ങനെ എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ പിന്നെ ഈ സാമൂഹ്യ രംഗത്തുണ്ടാകുന്ന ഈ മൂല്യച്യുതികൾക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ, അത് ഈ സ്ത്രീധനം പോലുള്ള സാമൂഹ്യ തിന്മയ്ക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ലേഖനങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എഴുതിയിരുന്നത്. അപ്പോൾ അത് എഴുതാൻ പ്രധാന കാരണം മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് ഞാൻ, ജില്ലാ പ്രസിഡന്റാണ് ഞാൻ. അപ്പം മുസ്ലിം സർവീസ് സൊസൈറ്റിയുടെ മെയിൻ മോട്ടോ തന്നെ ഈ സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. അതാണല്ലേ വരുന്ന അവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, സ്ത്രീധനം ആവശ്യപ്പെടുത്ത കല്യാണങ്ങൾക്കൊന്നും വിളിക്കാതിരിക്കുക. സ്ത്രീധനം കൊടുക്കുന്ന കല്യാണങ്ങൾ, സ്ത്രീധനം കൊടുക്കുന്നതല്ല ശരിക്കും, സ്ത്രീധനം വാങ്ങിക്കുന്ന ആളുകൾ ആ സ്ത്രീധനമുള്ള വിവാഹങ്ങൾക്ക് ദയവ് ചെയ്ത് ക്ഷണിക്കരുതെന്നാണ്. ഞങ്ങൾ വരില്ല എന്നല്ല പറയുന്നത്, ക്ഷണിക്കരുതെന്ന് പറയും. അത് ജനങ്ങളുടെ മനസ്സിലേക്ക് ഒരു സാമൂഹ്യ തിന്മയ്ക്കെതിരായിട്ടുള്ള അതൊരു മോശമായിട്ടുള്ള ഏർപ്പാടാണെന്നുള്ള ചെറിയൊരു വിത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്റ്റിക്കർ നമ്മൾ സാർവത്രികമായിട്ട് എല്ലാ വീടുകൾക്ക് മുമ്പിൽ വെക്കുന്നത്. ഇങ്ങനെ എല്ലാവരും കേരളീയർ ഓരോരുത്തരും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല കേരളം ഉണ്ടാവും ശരിക്കും. ഇവിടെ ഇപ്പൊ നമുക്ക് സ്ത്രീധനത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീധനം പിന്നെ കൊടുക്കാതെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് പോകുന്നില്ല എന്നുള്ള ട്രെൻഡാണ് ഇവിടെ കേരളത്തിലുള്ളത്. സത്യത്തിൽ അത് ഒരു അബദ്ധധാരണയാണ്. ഏതൊരു പുരുഷനും ഒരു 26-27 വയസ്സാകുന്ന സമയത്ത് അവരുടെ പിന്നെ ജനിതകമായിട്ട് തന്നെ ശരിക്കും ഒരു വിവാഹം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഈ സ്ത്രീധനം കിട്ടും എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീധനം കിട്ടുന്ന ഒരു വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ആളുകൾ അതിന്റെ പിന്നാലെ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ആരും കൊടുക്കില്ല എന്നുണ്ടെങ്കിൽ എല്ലാ പെൺകുട്ടികളും കല്യാണം കഴിക്കും. ഇപ്പം 10 പെൺകുട്ടി ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചോളം ഈ ആണും പെണ്ണ് വ്യത്യാസം കേവലം ഒരു 100-120 ഉള്ളൂ. ഇപ്പൊ ഇവിടെ 150 ആണുകൾ കല്യാണം കഴിക്കാത്തതുണ്ടെന്നുണ്ടെങ്കിൽ 150 പെണ്ണുങ്ങളും ഉണ്ടാവും. അതായത് 150 സ്ത്രീകൾ കല്യാണം കഴിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ 150 ആണുങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആരും സ്ത്രീധനം കൊടുക്കില്ല അല്ലെങ്കിൽ ഈ സ്വർണം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സമൂഹങ്ങൾ ഇഷ്ടംമാതിരി ഇവിടെയുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ശാലിയ എന്ന് പറഞ്ഞൊരു സമൂഹമുണ്ട്. അവര് വിവാഹത്തിന് പ്രത്യേകിച്ച് ഡിമാൻഡ്സ് ഒന്നും ഉണ്ടാവുന്നില്ല, സ്ത്രീധനം വാങ്ങിക്കുന്നില്ല. അവരുള്ള എല്ലാ പെൺകുട്ടികളും കല്യാണം കഴിച്ചു പോകുന്നുണ്ട്. ഏറ്റവും വളരെ പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടികളും വലിയ ടെക്സ്റ്റൈൽ മുതലാളിമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ എല്ലാ വീട്ടിലെ കുട്ടികളും കല്യാണം കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത സ്ത്രീധനം ഇല്ലാത്തൊരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് MSS വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പലപ്പോഴും ലേഖനങ്ങൾ അതിനോടനുബന്ധിച്ചിട്ട് ലേഖനങ്ങൾ എഴുതാറ്. താങ്കൾ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിന് ഇടയ്ക്കും ഈ പ്രവർത്തനം ചെയ്യാനും പൊതുസേവനത്തിനും ഒക്കെ ഒരുപാട്
സമയം ഇതിനായിട്ട് കണ്ടെത്തുന്നുണ്ടല്ലേ? ഈ MSSലെ കാര്യങ്ങളും പിന്നെ അല്ലാതെ വേറെ എന്തൊക്കെ പൊതുപ്രവർത്തനം ചെയ്യുന്നുണ്ട്? ഞാൻ ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും കെട്ടിട നിർമ്മാണ നിയമപ്രകാരം പ്ലാൻ വരച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളുടെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഒരു വലിയ അജിറ്റേഷൻ തന്നെ നമ്മൾ നടത്തിയിരുന്നു. അപ്പം അതിന്റെ ഭാഗം അത് മാത്രമല്ല, ഈ സമൂഹത്തിന് മോശമായിട്ട് വരുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് ദ്രോഹകരമായിട്ട് വരുന്ന നിയമങ്ങൾ ആവിഷ്കരിക്കാറുണ്ട് ഗവൺമെന്റ്. അപ്പോൾ ആ നിയമങ്ങൾക്കെതിരായിക്കൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ മെനക്കെടാറുണ്ട്. ഒരിക്കലും വലിയ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടല്ല, പക്ഷേ ഈ അധികാര സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി അവരുടെ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞ് ഈ പിന്നെ ഇന്ന നിയമങ്ങൾ ജനങ്ങൾക്ക് മോശമായി ബാധിക്കും. ഇപ്പോൾ ഈ അടുത്തുണ്ടായിരുന്നു, കിണർ കുഴിക്കണമെങ്കിൽ പെർമിഷൻ വാങ്ങിക്കാനും കിണർ കുഴിക്കണമെങ്കിൽ 15 മീറ്ററോളം ബൗണ്ടറിയിൽ നിന്ന് വിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിയമങ്ങളുണ്ടായിരുന്നു. അതിനെതിരായിട്ട് ഞാൻ ലേഖനം എഴുതിയിരുന്നു. അത് മാത്രമല്ല, ഇത് പിന്നെ മന്ത്രിതലങ്ങൾ, അന്ന് പാലളി മുഹമ്മദ് കുട്ടി ആയിരുന്നു മന്ത്രിതലങ്ങളിൽ ഇത് ടേക്കപ്പ് ചെയ്തു. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി, ആ നിയമം അദ്ദേഹം മാറ്റി. അതുപോലെ 3 സെന്റ് പിന്നെ 2.5 സെന്റ് ഒക്കെയുള്ള വീടുകൾ ചെറിയ സ്ഥലങ്ങളിൽ 3 മീറ്റർ വിടണം, ഫ്രണ്ടിൽ വിടണം, അപ്പോൾ ഓപ്പൺ സ്പേസസ് കൂടുതൽ വിടണം എന്നൊക്കെയുള്ള നിയമം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ചെറിയ വീടുകൾ ഉണ്ടാക്കുമ്പോൾ അത്ര വലിയ ഇതൊന്നും ഓപ്പൺ സ്പേസ് വിടാൻ കഴിയില്ല എന്നുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 3 സെന്റിൽ മാത്രം അതിന് വലിയ വളരെ നിയമം ലഘൂകരിച്ചുകൊണ്ട് ഗവൺമെന്റ് പിന്നെ നിയമമുണ്ടാക്കി. അപ്പോൾ അങ്ങനെ സമൂഹത്തിന് ഉപയുക്തമാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളെ പ്രൊഫഷണൽ നോഹവ് വെച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്യും. അതേപോലെ തന്നെയാണ് MSന്റെ കാര്യം. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് ഒരു സൗകര്യമെല്ലാം ഉണ്ടാകുക അല്ലെങ്കിൽ അവർക്കൊരു ഗുണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയ മോട്ടോ ആയിട്ടുണ്ടാവുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെറും കുറേ പണം ഉണ്ടാക്കി കുറേ ഞാനും ഭാര്യയും മക്കളും വെറുതെ സ്വാഹ എന്നുള്ള ആ രീതിയിലല്ലാതെ നമ്മുടെ സമൂഹത്തിന് നമ്മളെ കൊണ്ട് എന്ത് കിട്ടി എന്നുള്ളതായിരിക്കും അവസാനം നമ്മുടെ ഒരു എസ്റ്റിമേഷനിൽ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷനിൽ ലാസ്റ്റ് നമ്മൾ നെറ്റ് റിസൾട്ട് അതായിരിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ സമയം കണ്ടെത്തും, പണവും കണ്ടെത്തും. നമ്മൾ വർക്കിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് പലപ്പോഴും ആ രീതിയിൽ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അത് പലപ്പോഴും പിന്നെ നമ്മളൊരു സംതൃപ്തിക്ക് വേണ്ടി ആളുകൾക്ക് കൊടുക്കുന്ന ആളുകൾക്ക് അവരുടെ ഇത് മാത്രമല്ല, അവരുടെ സംതൃപ്തി മാത്രമല്ല, അല്ല അവർക്ക് കിട്ടുന്നതോടൊപ്പം നമുക്കൊരു മാനസികമായിട്ട് ഒരു തൃപ്തി ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവും ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്ന സമയത്ത്. അപ്പൊ താങ്കളുടെ ഈ ഒരു ജീവിത വിജയത്തില് എന്തായാലും പുറകിലൊരു സാധാരണ പറയാറുണ്ട് ഏതൊരു വിജയത്തിനും പിറകിലൊരു സ്ത്രീ ഉണ്ടാവും എന്നുള്ളത്. അപ്പം വിജയത്തിന് പിറകിൽ എന്തായാലും താങ്കളുടെ ഭാര്യ തന്നെയാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്, എല്ലാ സപ്പോർട്ടും തരാൻ. അപ്പം ഇനി നമുക്ക് താങ്കളുടെ ഭാര്യയും കുടുംബത്തെയൊക്കെ ഒന്ന് പരിചയപ്പെടാം.